എൻ്റെ കൂടെ ജോയിൻ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. മലയാളി പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഗായികയാണ്. വലിയ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, നമ്മുടെ സ്വന്തം വിജയലക്ഷ്മി മാം. സ്വാഗതം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളി, സൂപ്പർ അല്ലേ? നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. വന്നവിടെ പറഞ്ഞു. ഇപ്പൊ എല്ലാ വീഡിയോന്റെ താഴെ കമന്റ് ഇരുന്നറിയോ, പണ്ടത്തെക്കാൾ ഭയങ്കര സുന്ദരി, എന്താ ഇതിന്റെ രഹസ്യം? പ്രത്യേകിച്ചൊന്നും. ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു, ഫേസിൽ കാണിക്കുന്നു, അത്രേ ഉള്ളു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ തുറന്ന ഫുൾ ARMന്റെ സോങ് ആണ്. ഓ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. എനിക്ക് ഇപ്പോഴത്തെ വിശേഷം അതാണ്. എന്നാ ഭാഗ്യമല്ലേ. അച്ഛൻ കൂടി ഇപ്പൊ കുറച്ചും മൂളിക്കോണ്ട് നടക്കാം. എല്ലാവരും ഇപ്പൊ ആ പാട്ടാണ് മൂളിക്കൊണ്ടിരിക്കണേ. അതെ, അതാണ് ഏറ്റവും വലിയ കാര്യമല്ലേ. കാറ്റേക്ക് ശേഷം ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കില്ല, അതൊക്കെ പാടിയതിനു ശേഷം കുറെ നാളുകൾക്ക് ശേഷം ഇതായിട്ടല്ലേ. ഇത് പാടുമ്പോ ചിന്തിച്ചിട്ടുണ്ട്, എന്തായിരുന്നു മനസ്സിലുണ്ടായി ഈ ഒരു സോങ് പാടുന്ന സമയത്ത്? കുട്ടികളുടെ പഴയ ഓർമ്മകൾ, താരാട്ടുപാട്ടിന്റെ ഓർമ്മകൾ, പിന്നെ ഫിലോസഫിക്കൽ കാര്യങ്ങൾ, മുത്തശ്ശിയെ കൊച്ചിനെ സമാധാനിപ്പിക്കുന്നു, അതൊക്കെ ഇങ്ങോട്ട് മുത്തശ്ശിയൊക്കെ ഓർമ്മ വന്ന്. നമ്മുടെ ഇവിടുത്തെ മുത്തശ്ശിയൊക്കെ മിസ് ചെയ്യുമല്ലാണ്ട് നെയ്യൻ. സുരഭി മാം ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര ജെനുവിൻ ആയിട്ടാണ് പാടുന്നത്. വിജയലക്ഷ്മി പാടുന്നത് ഭയങ്കര ജെനുവിൻ ആയിട്ടാ, കേൾക്കുന്ന ആൾക്ക് ഭയങ്കര ഫീൽ ആവും. ഒരു പാട്ട് പാടാൻ വേണ്ടി പോകുമ്പോ എന്തൊക്കെ പ്രിപ്പറേഷനാ നടത്താ? പ്രത്യേകിച്ചൊന്നുമില്ല, പാട്ട് പഠിച്ചോണ്ട് പോകും. കാണാപ്പാടം പഠിച്ചോണ്ട് പോകണമെങ്കിൽ നിർബന്ധം. അവിടെ ചെന്ന് പഠിക്കണതിന് ബുദ്ധിമുട്ടാണ്. കൂടുതൽ സ്ട്രെസ് ഫീൽ ചെയ്യും. കാണാപ്പാടം നേരത്തെ പഠിക്കുവാണെങ്കിൽ സ്ട്രെസ് ഇല്ലാണ്ട് പോകാം. പാട്ട് അയച്ചു തരും അവര്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്, അത് കാരണം പാട്ട് അയച്ച് അങ്ങനെ കേട്ട് പഠിച്ചോണ്ട് പോകും. അത്രയൊക്കെ ഉണ്ട്. ഈ പാട്ട് പഠിക്കാൻ എത്ര സമയം എടുക്കും? അങ്ങനെ റീ അടിച്ചടിച്ചടിച്ച് ഒരു മണിക്കൂർ തോന്നുന്നു സമയം. പിന്നെ ഞാൻ ഒറ്റക്കിരുന്നേ പാട്ട് പഠിക്കുള്ളൂ, അരി കൂട്ടില്ല. അങ്ങനെ എനിക്ക് പറ്റിയില്ല. അന്നേരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല, ആരെങ്കിലും ഉള്ളപ്പോ പഠിച്ച. ഓ, അതാണ് ഈ ഒരു പെട്ടെന്ന് പാടാൻ പറയുമ്പോ പുതിയ പാട്ട് തെലുങ്കിൽ എവിടെയല്ലേ പാടാൻ വേണ്ടി പോയിട്ട് പറ്റാതെ വന്നത്. പെട്ടെന്ന് പറയും, കുറച്ച് നേരത്തെ തരാണെങ്കിൽ പ്രാക്ടീസ് കുറച്ച് സ്ട്രെസ് ഫീൽ ചെയ്തു. കുറച്ച് നേരം റെസ്റ്റ് എടുത്തൊക്കെ പാടി. തലക്ക് ഒരുമാതിരി പെരുപ്പൊക്കെ കയറി. ഇപ്പൊ ആ പാട്ടിന് താഴെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ശബ്ദത്തിലല്ലാതെ ഈ പാട്ട് വേറെ ആര് പാടിയാലും ശരിയാവില്ല, അത്രയും നല്ല ശബ്ദത്തിലാണ് ഈ ഗാനം പാടിയത്. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് ആണ് ആ സോങ്ങിന് താഴെ വന്നിട്ടുള്ളത്. രണ്ടുപേര് 4 വരി ആ പാട്ടൊന്ന് പാടാമോ? അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ, ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ, തരക്കൊളുത്തുള്ളോരാ ചേലൊക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമി അപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. അയ്യോ, ഇത് അടുത്തിരുന്ന് കേൾക്കുമ്പോഴേ അത് വേറെ ഫീൽ തന്നെയാ. നമ്മൾ കുറെ പാട്ടുകൾ പാടിക്കഴിയുമ്പോഴേ കുറെ സിംഗേഴ്സ് പറയാറുണ്ട്, ചില പാട്ടുകൾ പാടുമ്പോ ഇത് ഹിറ്റ് ആവുന്ന നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. ഈ പാട്ട് പാടുമ്പോ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നോ? എല്ലാരും കേട്ടവരെല്ലാരും പറഞ്ഞായിരുന്നു ഹിറ്റ് ആവുന്നു. അതിനൊരു ഭയങ്കര സന്തോഷം. ഇപ്പൊ ഓരോരുത്തരും മെസ്സേജ് അയച്ചിട്ട് നേരിട്ടാണെങ്കിലൊക്കെ വിശേഷങ്ങൾ അറിയിക്കുന്നുണ്ട്. UK വരെ കോളുകൾ വരുന്നുണ്ട് ഈ പാട്ട് കേട്ടിട്ട്. എന്ത് വേണമല്ലേ, എന്താ കഥ. ഇപ്പൊ ഞങ്ങൾ ഈ വീട്ടിൽ വന്നപ്പോഴേ ഭയങ്കരമായിട്ട് ഞങ്ങൾ എക്സൈറ്റഡ് ആയി നോക്കിക്കൊണ്ടിരുന്ന അവാർഡുകളാ. അത് എണ്ണാൻ പറ്റില്ല, അത്രയുണ്ട് ഇവിടെ. ഏകദേശം എത്ര അവാർഡ് ഉണ്ടാവും ഒരു ഊഹം പറയുകയാണെങ്കിൽ? ലക്ഷക്കണക്കിന് അതിന് കൂടുന്നൊക്കെ അറിയാൻ. അതെ, അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കാണുമ്പോ തന്നെ. ഇപ്പൊ ഒരു 1.5 വയസ്സ് മുമ്പ് പാടാൻ തുടങ്ങിയ ആളാണ്. ഇപ്പൊ അച്ഛനമ്മയും അത് കഴിവ് മനസ്സിലാക്കി കൂടെ നിന്ന് പാട്ട് പഠിപ്പിച്ച്. സത്യം, ശരിക്കും ഒരു സമയം കഴിഞ്ഞാൽ പാരന്റ്സ് നമുക്ക് ഒരു കഴിവുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യും. ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു ഇഷ്ടവും പാഷനൊക്കെ വേണ്ടേ. അപ്പൊ ചേച്ചിക്ക് എപ്പോഴാണ് ഞാനൊരു പാട്ടുകാരി ആവണം, ഇതാണ് എന്റെ മേഖല, ഞാൻ ഒരു നല്ലൊരു ഗായികയായി മാറണം എന്ന് സ്വയം തോന്നി തുടങ്ങിയത് എപ്പോഴാ? അത് ചെറുപ്പം മുതൽ തന്നെ. 5 വയസ്സ് മുതൽ കച്ചേരിയൊക്കെ നടത്തി എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ തുടങ്ങിയായിരുന്നു അങ്ങനെ ഒരു ഇഷ്ടം. പണ്ട് മുതൽ അച്ഛനും അമ്മയും പ്രാക്ടീസ് ചെയ്യിക്കുമായിരുന്നു സാധകം. 5 വയസ്സ് മുതൽ
3 മണിക്ക് എഴുന്നേറ്റ് സാധകം ചെയ്യിക്കുമായിരുന്നു. ഇവിടെ വൈക്കത്ത് അടുത്തൊരു ക്ലാസ് ഉണ്ട്, സംഗീത ക്ലാസ്. 3 മണിക്ക് എഴുന്നേറ്റ് സൈക്കിളിൽ കൊണ്ടുപോകരുത്. ഒരു കാലഘട്ടം എൻ്റെ പൊന്നോ, രസമായിരുന്നല്ലേ, അതൊരു കാലമായിരുന്നു കേട്ടോ. പഴയ കാലഘട്ടം. അതെ അതെ, ഇനി അത് തിരിച്ചു വരികയല്ലോ, തിരിച്ചു റീടേക്ക് ഇല്ല. കുട്ടികളുടെ ഏറ്റവും മിസ് ചെയ്യുന്ന കാര്യം എന്താ ഇങ്ങനെ ഓർക്കുമ്പോ? അമ്മൂമ്മ അപ്പൂപ്പനും ഒക്കെ. അമ്മൂമ്മ അപ്പൂപ്പൻ, സ്കൂൾ, വിദ്യാഭ്യാസ ജീവിതം, അങ്ങനെയുള്ള കളിക്കൂട്ടുകാരി ഇപ്പോഴും അവരൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ആ ഒരു ജീവിതം മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വന്നപ്പോ വീണ ഞങ്ങൾ ഓരോ ഇൻസ്ട്രുമെന്റും ഇത് എന്താണ്, എങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കാണ്. ഇതിൽ ആദ്യം എന്താ പഠിച്ചത്? ഇൻസ്ട്രുമെന്റ് ഏതാണ് വായിക്കാൻ പഠിച്ചത്? ഗായത്രി വീണ. ഗായത്രി വീണ അത് ഒരു കളിവീണയിലാണ് ആരംഭിച്ചത്. എനിക്ക് 15 വയസ്സുള്ളപ്പോൾ എൻ്റെ കോബ്രദർ ചെന്നൈയിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹം, വിനോദ് എന്ന പേര്, ഒരു കളിവീണ നിർമ്മിച്ചു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച്. ആദ്യം ടങ്കീസ്, അത് കഴിഞ്ഞ് ഒരു കമ്പിയിൽ അപ്പോൾ ഞാൻ സ്പൂൺ എടുത്തുകൊണ്ട് ഒരു അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോൾ ഞാൻ സപ്തസ്വരം മുതലാണ് വായിച്ച് പഠിച്ചത്. പിന്നെ കീർത്തനങ്ങൾ, ഭക്തിഗാനം, സിനിമാഗാനം അറിയാവുന്നതൊക്കെ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. പിന്നെ 97 സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവലിൽ ക്ലാസിക്കൽ മ്യൂസിക്കിന് 1ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ കുമ്മനം ശശികുമാർ സാറ് ഗായത്രി തമ്പുരു സമ്മാനം നൽകി. അച്ഛനാണ് ഒറ്റ കമ്പി ആക്കി ഇലക്ട്രിഫൈ ചെയ്ത് തന്നത്. ഇപ്പം ഞാൻ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായിട്ട് നിർമ്മിച്ച വീണയാണ്. അതെ, ഇതിന് വേൾഡ് റെക്കോർഡ് ലഭിച്ചായിരുന്നു. 6.5 മണിക്കൂർ വായിച്ച്. പിന്നെ ഡോക്ടറേറ്റ് കിട്ടി 2017. പിന്നെ കേരളശ്രീ നൽകി, പത്മശ്രീക്ക് തുല്യമായ കേരളത്തിലെ പ്രഥമ പുരസ്കാരം കേരളശ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, എനിക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാമോ? തരാലോ. ഏതാ വായിക്കണ്ടേ പറഞ്ഞാൽ മതി. ഇഷ്ടമുള്ളതൊന്ന് വായിച്ചാൽ. ഇപ്പം സ്ഫടികം എന്നുള്ള ചിത്രത്തിലെ ഓർമ്മകൾ, ഒരു നൊസ്റ്റാൾജിക് സോങ് ഇങ്ങോട്ട് വായിക്കാം. കളിക്കൂട്ടുകാരികൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കാം. അയ്യോ, ടാലന്റഡ് ആണ്. കാരണം ഇത് വായിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല, നല്ല ടഫായിട്ടുള്ള പരിപാടിയാണ്. ഒരേ കമ്പിയിൽ, ശരിയാ, ഒരു കമ്പിയിൽ തന്നെ.